എനിക്ക് പേഴ്സണലി സ്റ്റാൻഡ് കോമഡി അത്ര ചെറുപ്പം മുതൽ ഇങ്ങനെ ട്രോളും തമാശയൊക്കെ ഇഷ്ടപ്പെടുന്ന വീട്ടിലാണ്. രാവിലെ അച്ഛനെ തന്നെ തുടങ്ങിയ മലയാളത്തിലെ മാക്സമിനൊക്കെ ചില തെന്നികൾ അതിന്റെ ഇടയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സത്യം പറഞ്ഞ ഒന്നാമത് വലിയ ഇഷ്ടം. കാരണം ഞാൻ പിന്നെ ബമ്പർ അടിച്ചടിച്ച് വരണുണ്ടെന്നൊരു സാധനം ഉണ്ടല്ലോ, ഇയാൾക്കെന്റെ പുച്ഛമായിരിക്കും എന്നൊരു സാധനം എന്റെ തലയിലുണ്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ പോണ ഷെഡ്യൂളിൽ കാണല്ലേ. അങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ച് അപ്പുറത്തെ കസേര പണി ഞാൻ പിന്നെ മൈൻഡ് ചെയ്ത് പോയി. പ്രണയാഭ്യർത്ഥകളൊക്കെ വരാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മള് പറയണല്ലോ അല്ലേ, എന്താ അത് പറയുമ്പോ ഒരു ബ്ലഷ് ഒക്കെ വെറുതെ ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ? കൗണ്ടർ അടിക്കാൻ നോക്കിട്ട് പറ്റല്ല, ഇനി ക്യൂട്ട്നെസ് ഇടാം. പരിപാടിയുടെ ഇടയിലൊക്കെ നമ്മൾ ചെയ്യാൻ ചെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളാനൊക്കെ ഉള്ളൊരു വൈബിൽ വന്ന് നിൽക്കണവരായിരിക്കും. അവിടെ ചെന്ന് നമ്മള് എന്റെ വീട്ടിലെ പട്ടിയുടെ പറഞ്ഞു ഇറങ്ങി പോളാ പട്ടി. ഡിസംബർ 27 അല്ലേ? ചിരിവത്സരാശംസകളായിട്ട് ഇവര് വരുന്നുണ്ട്. മൈദ കുഴിക്കണോട്ട് അങ്ങേറ്റം ഫുൾ നമ്മളാണ്. അതെ, കയ്യിന്ന് പൈസ ഇറക്കണ കാരണം എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ക്രിസ്മസ് സീസൺ അല്ലേ, ക്രിസ്മസ് മന്ത് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വ്യത്യസ്തമായിട്ട് അടിപൊളി ഗസ്റ്റുകളെയാണ് കൊണ്ടെത്തി തരുന്നത്. ആൻഡ് ഇന്ന് എൻ്റെ ഷോയിലുള്ളത് നമ്മൾ എന്താ ക്രിസ്മസ് എന്ന് വെച്ചാൽ സന്തോഷമൊക്കെ അല്ലേ, നമ്മുടെ എല്ലാവരുടെ മുഖത്ത് ചിരിയും എല്ലാം വരുന്ന ഒരു മാസമാണ് ഡിസംബർ. അപ്പം ചിരിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാം ചിരിപ്പിച്ചിട്ടുള്ള രണ്ട് കിഡിലൻ ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആണ് എൻ്റെ മുന്നിലുള്ളത്, മഹാദേവൻ ആൻഡ് ജോൺ ജോ അല്ലേ. നമസ്കാരം. നമസ്കാരം. മൂന്ന് നമസ്കാരം പറയണം. നമസ്കാരം. അതെന്റെ ഐക്കോണിക് സാധനമാണ്. എല്ലാരും എന്നെ ട്രോളാറുണ്ട്, പക്ഷെ എന്നാലും ഞാൻ നിർത്തിയിട്ടില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. കഴിഞ്ഞല്ലേ? കൊറേ കാലമല്ലേ, വല്ലാത്ത ബുദ്ധിമുട്ടടിക്കുന്നത്. ഞാൻ കൊറേ കാലമായി ഇങ്ങനെ ഇന്റർവ്യൂ ഫോർമാറ്റിലൊക്കെ നിങ്ങൾ എന്നെ തുടങ്ങിയ ചാനല് എന്താ, ഞങ്ങൾക്കൊക്കെ ജീവിക്കണ്ടേ? ഞങ്ങള് പോഡ്കാസ്റ്റ് ആണല്ലോ, അപ്പൊ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാന്നുള്ളൊരു സംഭവമാണ്. ഞങ്ങൾ ഇപ്പോഴും അറിയണം ഞങ്ങളുടെ അവിടെ വരുന്ന ഗസ്റ്റുകൾ എങ്ങനെ ഇരിക്കുന്നത്. ഒരു ടച്ച് പോയ പിന്നെ ഇപ്പഴല്ലേ നിങ്ങളൊരു ഈ സൈഡിലും ഇങ്ങനെ ഒരു ചോദ്യ ഉത്തരൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നേക്കുന്നല്ലേ. അപ്പൊ ക്രിസ്മസ് ആണ്, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫില് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നടക്കണേ എന്നൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ലൈഫ് എങ്ങനെ പോകുന്നു ഇപ്പം? ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു. സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ ഫുൾ ടൈം ആയിട്ട് ഫോളോ ചെയ്തോണ്ടിരിക്കുന്നു, ഷോസ് ചെയ്യുന്നു. ഇത് 4ാമത്തെ ക്രിസ്മസ് ആണോ? അല്ല, മൂന്നാമത്തെ ക്രിസ്മസ് ആണോ? അടിപൊളി ഷോസ് ഒക്കെ ചെയ്ത് എന്തേലും പറയണ്ടല്ലേ ക്രിസ്മസ് കഴിഞ്ഞത്. അതാണ് എങ്ങനെയായി സ്റ്റാൻഡപ്പ് കോമഡി എന്ന ഒരു ഫീൽഡിലേക്ക് വന്നത്? കാണാൻ വേണ്ടി. അതെ, ഇത്രയും ചെറുപ്പം മുതൽ ഇങ്ങനെ ട്രോളും തമാശയൊക്കെ ഇഷ്ടപ്പെടുന്ന വീട്ടിലാണ്. വീട്ടിലെല്ലാരും ട്രോളും അല്ലല്ല, വീട്ടിൽ അങ്ങനെ ട്രോളൊന്നും രാവിലെ അച്ഛനെ തന്നെ തുടങ്ങിയ അല്ല, വീട്ടുകാരും ജനറലി അങ്ങനെ ഉണ്ട്. നമ്മളിപ്പോ അച്ഛനാണെങ്കിലും നമ്മള് വൈകിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അപ്പം അന്നത്തെ എന്തേലും അപ്പൊ അമ്മ കാണിച്ച എന്തേലും മണ്ഡലത്തിലുള്ള അമ്മയുടെ എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ അത് അച്ഛൻ കഴിക്കായിരിക്കും. എല്ലാവരും കൂടെ ഉള്ളപ്പം അപ്പൊ പറയുമ്പോഴാണ് അറ്റൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് അപ്പൊ പറയും. അപ്പൊ ഞാൻ സ്കൂളിൽ എന്തെങ്കിലും കാര്യം പറയും, ചേച്ചിയുടെ കാര്യം പറയും. അമ്മ നമ്മുടെ കുടുംബത്തെല്ലാം അവിടുത്തെ വീട്ടിലെന്തെങ്കിലും അങ്ങനെ ഇതിനെല്ലാം കൗണ്ടർ അടിച്ചോണ്ടിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ എല്ലാരും ഓരോ സ്റ്റോറി സെറ്റ് ചെയ്താ കഴിക്കാതിരിക്കുന്ന. അപ്പൊ എനിക്കും വേണമല്ലോ ഒരു സ്റ്റോറി. ആ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ തമാശ പിന്നെ ആ ഒരു വൈബുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വിശാരടി ഭയങ്കരമായിട്ട് രമേശ് ഏട്ടൻ അങ്ങനല്ല, നമ്മളങ്ങനെ മോഹൻലാലിനല്ലേ പറയണ. രമേശ് ഏട്ടനെ കാണാൻ വേണ്ടി ഫണ്ട് സപ്പോർട്ട് ടൈമിൽ പോയതാണ്. ജീവിതം അല്ലെ വേറെ വഴിയിലേക്ക് തെളിഞ്ഞു. അല്ല, ഇപ്പൊ ഈ കൂട്ടത്തിൽ ഫുഡ് കഴിക്കണ കാര്യമൊക്കെ നമ്മളൊക്കെ ഒരു തമാശ, ഈ കസിൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാദറിങ്ങിന്റെ ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞിട്ട് കയ്യടി അല്ലെങ്കിൽ ചിരിച്ചു കഴിയണമ്പോഴുണ്ടല്ലോ നമുക്കൊക്കെ തമാശ വർക്കൗട്ട് നമ്മള് ഭയങ്കര സംഭവമാണ്. ഇപ്പോഴും ഞാനൊക്കെ അങ്ങനെ തമാശ നന്നായി ഈ പ്രാവശ്യം വർക്കൗട്ട് ആയത് മനസ്സിൽ തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഇതിനൊക്കെ മുന്നേ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഗ്യാദറിങ്ങിന്റെ? ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ടോ?
അല്ല നമ്മുടെ ഒരു തമാശ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ഓ ചളി 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 അല്ലെങ്കിൽ ചിരിക്കുന്നൊക്കെ ഭയങ്കര അപൂർവമാണല്ലോ മനസ്സറിഞ്ഞ്. അപ്പൊ ഈ ചിരിച്ചാടുമ്പോ ഓ ഇത് വർക്കൗട്ട് ആയല്ലേ നമുക്കൊരു ഒരു സന്തോഷം തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ദിവസം അടിക്കണ മൊത്ത സാധനത്തിന്റെ ഒരു പെർസെന്റേജ് എത്ര സക്സസ് റേറ്റ് നോക്കാറുണ്ട്. അതായത് ചില സമയത്തൊക്കെ അടിക്കണത് മൊത്തം പാളിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ ഷോസിലല്ല, അല്ലാതെ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുക്ക് ഒന്നും നോക്കാതെ പറയും. ഇപ്പൊ ആ ഒരു എക്സ്ട്രാ പ്രഷറും ഉണ്ട്. കൂട്ടുകാരിങ്ങനെ മറ്റേ നമ്മൾ എന്തെങ്കിലും അടിച്ചാൽ ബമ്പർ ബമ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാനിരിക്കും. അഞ്ചിനുള്ളത് ഉള്ള നമുക്ക് പഴയ അവരുടെ അടുക്ക് ആ ഒരു ചില്ലി എന്ന പരിപാടിക്ക് തമാശ അടിക്കാൻ പറ്റൂല. അവര് വെറുതെ പ്രഷർ ഇടും. ഞാൻ എടുക്കാറൊന്നുമില്ല. അല്ല പക്ഷെ പറഞ്ഞ ഈ പറഞ്ഞാല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ നമ്മുടെ റൗണ്ടില് നമ്മളിപ്പോ എവിടെയെങ്കിലും പോവുക അങ്ങനെ ഫുൾ ഒരു യാത്രയിൽ നമ്മൾ മിക്കവാറും ഒരുമിച്ചാ. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കും. അപ്പൊ ഒരാൾ പറഞ്ഞ അടിച്ചാൽ അതിന്റെ മേലടി ആ സാധനമാണ് അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഒരു സ്റ്റോറി ബിൽഡ് അവിടെ കിടക്കും. പിന്നെ അടുത്തൊരു മണിക്കൂർ അടുത്തൊരു സാധനം വരുമ്പോ ഇതായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാലോ ഓവറോൾ നമ്മളിങ്ങനെ അടിച്ചേരിയ മൊത്തത്തിൽ പാളി ഇരിക്കുവാണ്. നമ്മളിങ്ങനെ ഇന്ന് മൂഡ് ശരിയല്ല, ഇനി വാ തുറക്കണ്ട എന്നൊക്കെ. എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വൈറലായിരുന്നു. മഹാദേവൻ കിട്ടിയിട്ടില്ലല്ലോ, നോക്കുന്നുണ്ടോ? എന്ത് ഇല്ലില്ല, പ്രായമായിട്ടില്ല. പ്രണയാഭ്യർത്ഥകളൊക്കെ വരാറുണ്ടോ ഇൻസ്റ്റാഗ്രാമില്? വരാറില്ല. പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല, ഇഷ്ടമൊന്നും പോലും പറഞ്ഞിട്ടില്ല? പണ്ടൊക്കെ പറയായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഫുൾ കോമഡി പറയുന്ന പെണ്ണിനെ തന്നെയാണോ നോക്കുന്നത്? സ്റ്റാൻഡപ്പ് കോമഡി വല്ലതും പറയണത് അങ്ങനെ വല്ല? ഇനി അങ്ങനെ വേണ്ട, കുറച്ച് സീരിയസ് ആയാൽ മതി. ഞാനോ കോമഡി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്താ അത് പറയുമ്പോ ഒരു ബ്ലഷ് ഒക്കെ വെറുതെ ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ? കൗണ്ടർ അടിക്കാൻ നോക്കിട്ട് പറ്റല്ല. ഇനി ക്യൂട്ട്നെസ് ഇടാതെ ജോൺസ് എങ്ങനെ നര വെച്ച് ക്യൂട്ട്നെസ് ഇടാ? പെട്ടെന്ന് കൗണ്ടർ അങ്ങനെ ഒന്നും വരുവോ? ലൈക്ക് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ടപ്പേന്ന് കൗണ്ടർ അടിക്കും നിങ്ങളുടെ ഒപ്പം പിടിച്ചു. ഇത് ഞാൻ പറഞ്ഞ കുറച്ചു നേരം ഞാൻ തന്നെ പ്രോസസ് ചെയ്യണു. ഇച്ചിരി പാട് കുറെ നാളായി ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പൊ ഭയങ്കര എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ ഇന്റർവ്യൂ എടുക്കാൻ. അല്ല, നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ അത്രയും നല്ലതെന്നുള്ളത്. ആൾക്കാർ വെറുതെ ഞാൻ ഒരു കാര്യം നമ്മളൊരു സെൻസിൽ പറയുന്ന കാര്യം 10-15 രീതിയിലാണ് ഡൈവേർട്ടായി പോണത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വെറുതെ എന്തിനാണ് കൊണ്ട് മിണ്ടായിരിക്കാൻ ഒരു മോളുണ്ട്. പിന്നെ ഓഹോ, അതാണ് ആവശ്യത്തിന് മാത്രം ഇത്. അതാണല്ലേ ഞാൻ പ്രണയഭ്യർത്ഥന റൂട്ട് എങ്ങോട്ടേക്കാന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പ്രണയഭ്യർത്ഥന അങ്ങനെ ആദ്യമൊക്കെ വരുമായിരുന്നു. വരുമെന്ന് വെച്ചാ നിക്കട്ടെ. ഓക്കെ, എനിക്ക് ആൾക്കാർ അറിയാത്തവരോട് എനിക്ക് ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഞാൻ വെറുതെ എന്നെ പറ്റിയൊക്കെ പറയണം. എനിക്ക് അതും അങ്ങനെ ഇഷ്ടമല്ലാത്തൊരു എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ എനിക്ക് ആൾക്കാർ ഞാൻ പൊതുവെ മെസ്സേജ് അയക്കലും ഫോൺ വിളിക്കലൊക്കെ ഭയങ്കര കുറവാ. മെസ്സേജ് അയക്കുന്ന 4 പെണ്ണുങ്ങൾ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യും. ശരിയല്ലേ? ആയിരുന്നു. ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്, ബെറ്റർ ആണ്. കാരണം സ്റ്റേജ് ഇത്ര ഷോസ് ചെയ്യണോണ്ട് അത്ര ഇൻട്രോവേർട്ട് പരിപാടി പിടിച്ചാൽ നടക്കൂല. നമ്മൾ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരുന്ന ആൾക്കാരും കുറെ അത്രയും കൂടെ ഇപ്പൊ പിന്നെ മറ്റേ ഭയങ്കര മൂകതയായി പോവില്ലേ. അപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അത് പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ ഫ്രീ ആണ്. നിങ്ങൾ തമ്മിൽ രണ്ടുപേരും കണ്ടുകിട്ടുന്ന ബമ്പർശ്ശേരിയിലൂടെയല്ലേ? നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയാണ്? ഇത്ര ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആയത്? മനസ്സിലായി ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ നൈസായിട്ട് എന്നെ പിടിച്ചു അല്ലേ കൂടെ കൂടിക്കോ. വെങ്കടോ പോവാണ് ഇവൻ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആ ഒരു ഇത് കാരണം ഗൈഡ് ചെയ്തതാ. അല്ലെങ്കിൽ ഇങ്ങനെയാണോ നീ എന്റെ ഒപ്പം നിന്നൊക്കെ ഒരുമിച്ച് രക്ഷപ്പെടാ? ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരുന്നല്ല. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വരുമ്പോ ആ ഷെഡ്യൂളിൽ ഒരു ഇതുപോലെ അത്യാവശ്യം കുറച്ച് ഫേമസ് അല്ലാന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ചെയ്തോണ്ടിരിക്കണം ഒരാളുണ്ടായിരുന്നു. ഭയങ്കര ജാടയൊക്കെ. അപ്പൊ നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഭയങ്കര പേടിയാണെന്നതിന്. ഈ ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിലൊക്കെ പറഞ്ഞ ആ സമയത്താ നമുക്ക് മൊത്തത്തിൽ എല്ലാത്തിനും പേടിയാ. അതൊക്കെ അപ്പൊ വെറുതെ അനാവശ്യ ആറ്റിറ്റ്യൂഡ് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പുള്ളിയാണ് പക്ഷെ നമുക്ക് റെസ്പെക്ട് തോന്നുന്നൊരു ഫിഗർ. അതായത് ആദ്യമായിട്ട് ബമ്പർ അടിച്ച് നല്ല സെറ്റ് ചെയ്ത് തരണം പുള്ളി. പിന്നെ 3ാമതും കണ്ട് 5 അടിച്ചൊരു എപ്പിസോഡ്. പക്ഷെ അതിന് കണ്ടന്റ് നല്ലതാണ്. നമുക്ക് വിഷമം തോന്നുക ഇതെന്ത് പറ്റി അങ്ങനൊക്കെ. ഈ ആദ്യ ഇഷ്ടമല്ലായിരുന്നു അത്. അല്ല, എന്റെ ഒരു ചേട്ടൻ പണ്ട് നമ്മള് ഒരു അങ്ങനെ ഒരു വൈബുണ്ട്. ആ ഒരു കൗണ്ടറടി കണക്ഷൻ ഉണ്ട് നമ്മള് ഫാമിലി. പുള്ളി അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ വേറൊരാളെ ഭയങ്കരമായിട്ട് പൊക്കി പറയുമ്പോൾ എനിക്കിങ്ങനെ ആ ഒരു സാധനം തോന്നും.
അപ്പൊ അങ്ങനെ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടോ തൃശ്ശൂരുള്ള ഒരു പുള്ളിയുണ്ട് ഭയങ്കര കിടിലാന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരിങ്ങനെ ചെറിയൊരു ഈഗോ അടിച്ച്. പക്ഷെ അന്ന് ഞാൻ സ്റ്റാൻഡപ്പ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഫൺസപ്പണിട്ട് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പുറത്തെ കസേരയിൽ പണ്ട്. ഞാൻ പിന്നെ മൈൻഡ് ചെയ്ത് പോയില്ല. ആര് ഓഡീഷനൊക്കെ ചെയ്യാൻ കയറിയാലും കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അങ്ങനെ പറഞ്ഞു പുള്ളിയുടെ എപ്പിസോഡ് 4 കണ്ടില്ലായിരുന്നു ഇപ്പൊ യൂട്യൂബ് 2 ബേസിക്കലി അന്ന് അവിടെ ഓഡീഷന് വരുന്ന ആൾക്കാർക്ക് സ്റ്റാൻഡപ്പ് അടിച്ചു കൊടുക്കുമ്പോ മലയാളത്തിൽ ഒന്നുമില്ല. അത് തന്നെ പഠിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ. ഞാൻ ചെയ്ത സെറ്റ് അവിടെ ഒരു ഓഡീഷന് ഞാൻ ഇരിക്കുമ്പോ ചെയ്ത് വന്നിട്ട് അപ്പൊ ഞാൻ തലേ ദിവസം ഇത് കേട്ടതായിരുന്നു. അപ്പൊ ഞാൻ പുള്ളി ഇപ്പുറത്ത് ഇരിക്കുക, ഇവന് മനസ്സിലാവണില്ല. അങ്ങനെ ഞാനൊക്കെ പക്ഷെ അന്ന് വട്ടം പാളി നമുക്കിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ചമ്മല. പുള്ളി ഒരു നില നിൽക്കണ ആളാണല്ലോ, നമുക്ക് പോയി മിണ്ടാ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് അന്ന് മിണ്ടിയിട്ടില്ല. പക്ഷെ ബമ്പർച്ചേരി വന്നപ്പോ ഞാൻ പുള്ളിയുടെ മറ്റേ ഗ്രോത്ത് കാണുന്നുണ്ട്. ഒരു ദിവസത്തിലെ കണ്ടാണ് 25K ഒക്കെ അടിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. പെട്ടെന്ന് റേഡിയോ മാങ്കോടെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ ഇവിടെ കയറി ഭയങ്കര പെട്ടെന്ന് അങ്ങനെ റീച്ച് കിട്ടുന്ന ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. അപ്പൊ അത് നമ്മള് അടിപൊളിയായിട്ട് അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പുള്ളി 4 എപ്പിസോഡ് കണ്ട് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഞാൻ വരണല്ലേ. അത്യാവശ്യം സമയമായി. അപ്പൊ ഞാൻ ഇതുപോലെ ഞാൻ കുറച്ച് ഓവർ കോൺഫിഡൻസിന്റെ മരമാണ് വെറുതെ വീട്ടുകാർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുക. അദ്ദേഹം ഇറങ്ങുമ്പോ അമ്മയോട് ഇതുപോലെ വെറുതെ ജോർജ് അടിച്ചു കളഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് പോണത്. പക്ഷെ വെറുതെ എനിക്കത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനും താല്പര്യമൊന്നുമില്ലായിരുന്നു. ഒരു എപ്പിസോഡ് ചെയ്തിട്ട് മറ്റേ നാണക്കേട് മാറ്റണം എന്നൊരു സാധനം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങനെ പോയതാ. പക്ഷെ അപ്പൊ എനിക്ക് പിന്നെ പേടിയായിരുന്നു ഏതെങ്കിലും ഷെഡ്യൂൾ വെച്ച് പുള്ളിയെ കാണേണ്ടി വരുമോ. കാരണം എന്റെ വിചാരം പുള്ളി എന്റെ എപ്പിസോഡ് കാണുന്നുണ്ട് ചോദിച്ചു. കാരണം ഞാൻ പിന്നെ ബമ്പർ അടിച്ചടിച്ച് വരണുണ്ടെന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ പുള്ളി ഇയാൾക്ക് എന്റെ പുച്ഛമായിരിക്കും എന്നൊരു സാധനം എന്റെ തലയിലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ പോണ ഷെഡ്യൂളിൽ കാണല്ലേ. അങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ച് വന്നപ്പോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അനീസും ലത്തീഫ് എന്ന് പറഞ്ഞ നമ്മുടെ കൂടെ തന്നെയുള്ള അനീസൊക്കെയും ജോൺ ചേട്ടനോട് സംസാരിച്ചു. അപ്പൊ ഞാൻ അവിടെ അന്ന് ഇതുപോലെ ലേറ്റ് ആയിട്ട് വന്നിട്ട് കോർഡിനേറ്റർ എടുക്കുക എന്തൊക്കെയോ ഇങ്ങനെ അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവർ സൈഡിൽ നിന്ന് വിളിച്ച് സംസാരിക്കുന്നത്. സാധാരണ ഞാൻ ആരോടും മിണ്ടിയാലും ഒരു 2-3 മിനിറ്റ് മിണ്ടിയിട്ട് പതുക്കെ വലിയും, എന്നിട്ട് പോയി നമ്മുടെ പേഴ്സണൽ സ്പേസിൽ ഇരിക്കും. പക്ഷെ ഇവര് അവിടുന്ന് ഇവരുടെ അടുക്കുന്ന ഞാൻ അപ്പൊ പോയി. പക്ഷെ ഇവര് പിന്നെ നമ്മള് ഇങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ട്. വലിയ ഞങ്ങൾക്ക് ഒരു ചാടയില്ല പരിപാടി ഇല്ല. അങ്ങനെ ആൾക്കാരെ ഭയങ്കര കുറവാണ് ശരിക്കും മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു പറഞ്ഞ ദീപക്, അനീസ്, ഞാൻ പിന്നെ റിൻഷാദ്, ഞങ്ങള് അങ്ങനെയാണ് ടീം. പിന്നെ അന്ന് ശബരിയും ഉണ്ടായിരുന്നു. ഞങ്ങള് അപ്പൊ ഒരു കളക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാൻഡപ്പ് കോമഡി ആ TV-യിൽ കാണുന്ന ഒരു ഫോർമാറ്റ് അല്ലാണ്ട് നമ്മള് പുറത്ത് കാണുന്ന പോലത്തെ ഒരു സാധനം നമുക്ക് ചെയ്യണം. അത് ചെയ്ത് ഒരു ടീമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു സിമിലർ ഗോൾ ഉണ്ടല്ലോ. അപ്പൊ അതിന് പറ്റിയ ആൾക്കാരെല്ലാം നമ്മൾ ഒരുമിക്കാന്നുള്ളൊരു സാധനത്തിലാണ് എല്ലാരും ഒന്നായത്. പിന്നെ നമ്മള് ഷോസ് ചെയ്തു തുടങ്ങി. അതെ, അത് അതിന്റെ കുറെ ഇനീഷ്യേറ്റീവ്. ആദ്യമൊക്കെ എന്ത് ചെയ്താൽ എനിക്ക് പുതിയൊരു പരിപാടിക്കകത്ത് തലവെക്കാൻ ഭയങ്കര പേടിയാണ്. അവര് ആ ഒരു സെറ്റപ്പായിട്ട് ജെല്ലാവൂലെന്നൊരു പരിപാടി ഇങ്ങനെ തലക്കകത്ത് കിടക്കും, ഭയങ്കര പാടാണ്. പക്ഷെ ഇവരെന്തിനാ നിർബന്ധിച്ചെന്ന് എനിക്ക് പറഞ്ഞൂടാ. പക്ഷെ ഇവര് നിർബന്ധിച്ചാണ് ഫസ്റ്റ് ലൈവ് ചെയ്യുന്നത്. അന്നും പക്ഷെ മുട്ടിടിച്ച്. കാരണം നമ്മളവിടെ മറ്റേ 3 ജഡ്ജസ് നമുക്ക് കട്ടാവാതെ എങ്ങനെ ഇത് പറയണം എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ലൈവ് റെസ്പോൺസ് ഒക്കെ കാണുമ്പോ അതെ ആ ഒരു റിയാക്ഷൻ അല്ലേ നമ്മളെ സംബന്ധിച്ചുള്ള സ്റ്റേജ് പെർഫോമർ എന്ന് പറയുമ്പോഴത്തേനും ഓഡിയൻസിന്റെ അതാണ് നമുക്ക് കിക്ക് കിട്ടുന്നത്. കാരണം പാളിയാലും അവര് കൈ അടിച്ചാലുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു എനർജി വരുന്ന. ടിക്കറ്റ് ഷോസ് ചെയ്യാൻ ഭയങ്കര രസമാണ്. ടിക്കറ്റ് ഷോസിന് നമ്മളിപ്പോ മെയിൻ ആയിട്ട് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഇവന്റ്സ്, ടിക്കറ്റ് ഷോസ് ആണ്. ടിക്കറ്റഡ് ഷോസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടിക്കറ്റഡ് ഷോ നടത്തിയിട്ട് നമുക്ക് അതിന് വലിയ കോർപ്പറേറ്റ് ഇവന്റ് ഉണ്ട്. കോർപ്പറേറ്റ് ഇവന്റ് ആണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇത് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഇവന്റിൽ നമുക്ക് അറിയില്ല എത്ര പേർക്ക് നമ്മളറിയാം, എത്ര പേര് ഇതിൽ ചിരിക്കണോ, നമ്മളോട് ദേഷ്യമുള്ളവർ ഇരിക്കണ്ടോ ചിലപ്പോ അതില്. ചിലപ്പോ അതിന്റെ ഇടയിൽ ഫുഡ് സെർവ് ചെയ്യണ പരിപാടി വന്നു കഴിഞ്ഞാൽ അതുണ്ടാവും ഇതുണ്ടാവും. മെയിൻലി കോർപ്പറേറ്റ് ഇവന്റ്സ് പറയുമ്പോഴത്തേനും അവരെല്ലാം ബിസിനസ് ക്ലയന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആയിരിക്കും. നല്ല ബോറൊക്കെ അടിച്ചിട്ട് ഇരിക്കും. തൊട്ട് മുമ്പ് ഒരാളുടെ PPT അവരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് അല്ലേ. ചിലർ ബോറടിച്ചിരിക്കുന്ന കാരണം എന്തെങ്കിലും ചെറുതാക്കുമ്പോ ചിലപ്പോ നന്നായി ചിരിക്കും, നല്ല റെസ്പോൺസ് കിട്ടും. അത്
50-50 ആവും. നമുക്ക് ഒരു ഭയങ്കര idea കിട്ടൂല. ആ ഓഡിയൻസ് ഏത് കാറ്റഗറി എങ്ങനത്തെയാന്ന് ഒരു ഐഡിയ കിട്ടില്ല. അവിടെ ചെന്ന് കയറുമ്പോൾ അറിയുള്ളൂ. പക്ഷെ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് നാൾ നമ്മൾ ഇട്ട വർക്കിന്റെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് ചിലപ്പോ ചില ദീപകിന്റെ ഒക്കെ ചില ഷോക്ക് കുറച്ച് അകലേന്നൊക്കെ ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുക, ആ ഷോ കാണാൻ മാത്രമായിട്ടൊക്കെ കൊച്ചിയിൽ വന്നിട്ടുള്ള അങ്ങനെ. പിന്നെ ബാംഗ്ലൂരൊക്കെ ഷോ ചെയ്യുമ്പോഴും ബാംഗ്ലൂര് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കിടന്ന മലയാളികൾക്ക് മലയാളത്തിലുള്ള ഒരു സാധനം കാണുമ്പോഴൊരു ഭയങ്കര ഇതുണ്ട്, ഇഷ്ടം ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോ നമ്മൾ ഭയങ്കര ഫ്രീയാന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ സാധനത്തിന് അത് ചിരി കിട്ടില്ല എന്ന് വിചാരിക്കുന്ന സാധനത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ ചിരിക്കും. ഒരു ഞാൻ ദുബായ് ഷോ റീസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓപ്പൺ ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല, അതായത് ഒരു ഓപ്പൺ വെന്യൂല് സ്റ്റേജിൽ ചെയ്തിട്ടില്ല. അപ്പൊ മ്യൂസിക് പരിപാടിയുടെ ഇടയിൽ ഞാൻ ചെയ്തിട്ടില്ല. മ്യൂസിക് പരിപാടിയുടെ ഇടയിലൊക്കെ നമ്മൾ ചെയ്യാൻ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോ നല്ല മൂഡില് മ്യൂസിക്കിന് തുള്ളാനൊക്കെ ഉള്ള ഒരു വൈബില് വന്ന് നിൽക്കണവരായിരിക്കും. അവിടെ ചെന്ന് നമ്മള് എന്റെ വീട്ടിലെ പട്ടിയുടെ പറഞ്ഞു ഇറങ്ങി പോള പട്ടി. അപ്പൊ ഞാൻ ആ പരിപാടി ശരിക്കും വർക്കാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായി എനിക്ക് ഈ ഓപ്പൺ സ്റ്റേജിൽ വർക്കാവുന്ന തോന്നണില്ല, അന്ന് ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പും സംഭവമൊക്കെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞില്ല, നീ നോക്കി നോക്ക്, ഒരു ഇത്ര ഓഡിയൻസിന്റെ ഫ്രണ്ട് റോ അല്ല ഇത്രയും സീറ്റഡ് ഇതുണ്ട്, നിന്നെ ഫസ്റ്റ് കയറ്റി വിടാന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഭയങ്കര എനിക്ക് ഇവിടെ ഒക്കെ വർക്കായതിനേക്കാൾ അടിപൊളിയായിട്ട് അവിടെ ആ ഷോ വർക്കായി. അപ്പോ ദുബായിലെ മലയാളികൾക്ക് മലയാളം കേൾക്കുമ്പോ തന്നെ ഒരു സുഖമുണ്ട് സ്റ്റേജിൽ. അത് ശരിയാട്ടോ, അവര് മലയാളികളാണ് അല്ലെങ്കിൽ നമ്മള് ഇങ്ങനത്തെ ചിലപ്പോ നല്ല തൃശ്ശൂർക്കാരുണ്ടാവും, അവർക്ക് എന്റെ ഈ തൃശ്ശൂര് കേൾക്കുമ്പോഴോ നമ്മുടെ തൃശ്ശൂരിന്നാ പെട്ടെന്ന് ഒരു മഴ പെയ്ത ഒരു ഫീൽ ആയിരിക്കില്ല. ഇപ്പൊ ഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയില് നിങ്ങളുടെ എന്തോ ഒരു ഷോ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ കുറെ ഷെയറിങ്ങും കുറെ ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. എന്താണ് അതാണ് ഞങ്ങളുടെ അടുത്ത നഷ്ടത്തിൽ ഡിസംബർ 27-നാന്ന് തോന്നണല്ലേ? ഡിസംബർ 27 ഞങ്ങളുടെ ഒരു ടിക്കറ്റഡ് ഷോ മറ്റേ ഒബ്രോൺ മാളിലെ ബാങ്കറ്റ് ഹാളില് മേഫിൽ എന്ന് പറഞ്ഞ ഹാളില് ഒരു 250 സീറ്റർ ആണ്. അതിപ്പോ ടിക്കറ്റ്സ് ഒക്കെ പോകുന്നുണ്ട്, അങ്ങനെ പോണു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടിക്കറ്റ് ഷോസ് ഫുൾ ഹൗസ്ഫുൾ ആയാലും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അത് ചെയ്യണം. അങ്ങനത്തെ ഞങ്ങൾ ഇനി അത് മെയിൻ സിറ്റീസ് ചെയ്യാനുള്ളൊരു ഇതിന്റെ തൃശ്ശൂര്, തിരുവനന്തപുരം ഒക്കെ വരുന്ന വെക്കേഷൻ ടൈമിലൊക്കെ ഒന്ന് ചെയ്യുക. ഷോക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യണത് 1 മണിക്കൂർ ക്രൗഡ് വർക്ക് ഷോ ആണ്, മഹാദേവൻ ലൈവ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഈ 2 ഷോസ് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ്. അതിനുവേണ്ടി വേറൊരു പേരിട്ട് നമ്മൾ പേര് കുറെ ആലോചിച്ചു. ഒന്നാമത് നമുക്ക് കുറെ ഷോ കുറെ പേരുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതോ ഒരു മൊമെന്റിൽ വെറുതെ ചിരിവത്സരാശംസകൾ ഇപ്പൊ നൈസായിട്ടത് പറയാ, ചെറിയ നാടക്കേട് പുതുവത്സരാശംസകള്. അതെ, ന്യൂ ഇയറിന് എടുക്കാനല്ലേ 4 ദിവസം മുന്നെയാണ് നിങ്ങളുടെ ഷോ. അപ്പൊ ചിരിച്ചത് ഈ 2025 ലാസ്റ്റ് വീക്കെൻഡ് ആണ്. എന്തെങ്കിലുമൊക്കെ പ്രത്യേക കുത്തിക്കേറ്റ് മഹാദേവ പരിപാടി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ പരിപാടി. അതെ, ലാസ്റ്റ് വീക്കെൻഡ് നമ്മളെല്ലാരും ഒബ്രോൺ മോളില് അല്ലേ? അപ്പം അതിലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങനെ, എവിടം വരെയായി നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ? അതിന്റെ പോസ്റ്റർ അടി കാര്യങ്ങളൊക്കെ എല്ലാം മൈദ കുഴക്കണോട്ട് അങ്ങേറ്റം ഫുൾ നമ്മളാണ്. അതെ, കയ്യിന്ന് പൈസ ഇറക്കണ കാരണം എല്ലാം ഞങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന്റെ പ്രൊമോഷൻസ് നടക്കണു, ടിക്കറ്റ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളത് സോൾഡ് ഔട്ട് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ഷോ ചെയ്യാൻ പറ്റും. നല്ലൊരു ഒരു ഇതിൽ തന്നെ സെറ്റ് ഈ പറഞ്ഞ പോലെ ഇവന്റെ ഈ പറഞ്ഞ പോലെ ക്രൗഡ് വർക്കാണ്. ക്രൗഡ് എങ്ങനെ ഇരിക്കും എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞ പോലെ ടിക്കറ്റഡ് ആകുമ്പോൾ നല്ല ഇതായിട്ടുള്ള ക്രൗഡായിരിക്കും. ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര രസമുള്ള ക്രൗഡായിരിക്കും. താഴെ കൂടെ സ്ക്രോളിൽ മറ്റേ ലിങ്ക് കൊടുക്കാൻ പറ്റുമല്ലേ? ഈ ടിക്കറ്റ് എടുക്കണം. അല്ല, നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ നഷ്ടത്തിലാണ്, പക്ഷെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് പലരും. അത് ഞങ്ങൾ എപ്പോഴും ടിക്കറ്റ് ഷോ ചെയ്യില്ല, കോർപ്പറേറ്റ് ഷോ ഉള്ള കാരണം ഞങ്ങൾ പോസിറ്റീവ് ആയിരിക്കുന്നത്. ടിക്കറ്റ് ഷോ ആയിരിക്കണെങ്കിൽ നമുക്ക് ഈ കസാര ഈ മാസത്തെ 2-3 കോർപ്പറേറ്റ് ഷോയുടെ കാശ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ സീസൺ ആണല്ലോ, ഡിസംബർ എന്ന് പറയുന്നത് കുറെ ഇവന്റ്സ് നടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ കുറച്ച് എല്ലാവർക്കും നല്ല ഷോകൾ കിട്ടിയപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ചെയ്യണ്ട. ഇല്ല, ആക്ച്വലി നമ്മളും ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്താണല്ലോ നമ്മൾ സെറ്റ് ആവുന്നത്.
ഇത് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം ഇതിനൊരു വേറൊരു സ്കെയിലിലേക്ക് എത്തിക്കണം. അതെ 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 അതായത് മലയാളി ഓഡിയൻസിന് ഇതൊരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞൊരു സാധനം ടിക്കറ്റ് എടുത്ത് കാണേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു, നമുക്ക് ഇഷ്ടം പോലെ ചാനലിലും കാണാണ്ട് സ്ക്രോളിലും തമാശയുണ്ട്. പിന്നെ ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ഷോ എന്താണ് സ്റ്റാൻഡപ്പ് കോമഡി. അപ്പൊ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ഇത് കാണുമ്പോൾ ഇത് സിനിമ പോലെ 2 hour കാണണം. അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. അത് മ്യൂസിക് പോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമ്മള് സെല് ചെയ്യാൻ നോക്കുന്നത്. പുറമെ ഈ കേരളത്തിന് പുറത്തൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് വലിയ സ്കെയിലുള്ള പരിപാടികളാണ്. ആമസോൺ പ്രൈമൊക്കെ ഓരോരുത്തരുടെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ മേടിക്കും. ആ ഒരു രീതിയിൽ നമ്മളിവിടെ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലേ സ്റ്റാൻഡപ്പ് കോമഡി. ഞങ്ങളൊരു 10-20 പേരുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അത് വളരട്ടെ അല്ലേ, നിങ്ങളുടെ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കാം. നമുക്ക് അത് ഇപ്പം ഓൾറെഡി ജോൺ ചേട്ടന് ഇതിന്റെ മുന്നേ പ്രാക്ടീസും അല്ലെങ്കിൽ ഇതൊക്കെ ആഗ്രഹിച്ചു വ്യക്തിയാണ്. മഹാദേവൻ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് വന്നു, വർക്ക്ഔട്ട് ആയി. പിന്നെ ലൈക്ക് ഇവരെ പോലുള്ള ഒരുപാട് പേരുടെ ഒപ്പം വർക്ക് ചെയ്തു. മഹാദേവൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഒരു ഷോ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൗഡഡ് ഷോ, അല്ലെങ്കിൽ ഇത്രയധികം സ്റ്റേജസ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴെങ്കിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവന്റെ ആഗ്രഹമായിരുന്നില്ലേ നിങ്ങക്ക്? ആയിരുന്നു, ആക്ച്വലി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് റൂട്ട് അറിയത്തില്ല. ഈ പറഞ്ഞത് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ഇതിനു മുന്നേ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ സാധനം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മളൊന്നത്തിന് ആലപ്പുഴ കുട്ടനാടാണ്. എന്റെ അന്ന് BSNL 3G എന്തായിരുന്നു. അപ്പൊ ബഫറിങ് ആണ് യൂട്യൂബ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ യൂട്യൂബ് കാണുന്ന പരിപാടി പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു റൂട്ട് ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഈ പറഞ്ഞ എനിക്ക് രമേശ് ചേട്ടനോട് സ്നേഹം, ആ ഒരു ഫാൻ പരിപാടി ആയതെന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒരു അവാർഡ് ഷോ നടത്തുന്നു. അതിൽ ഇത്രയും സെലിബ്രിറ്റീസ് ഇരിക്കും. അതിനകത്ത് ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടി അവരെല്ലാരും ഉണ്ടെങ്കിൽ പോലും പുള്ളി ആ വന്ന് ചെയ്യണ കുറച്ച് സമയം പുള്ളി ആ സ്റ്റേജ് കയ്യിലെടുക്കണ പരിപാടി, അല്ല ഇവരെല്ലാരും ചിരിപ്പിക്കണം എന്ന് പറയുമ്പോ ആ ഒരു ഇമേജ് ഭയങ്കര എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര എന്തോ ആ ഒരു സാധനം തലക്കകത്തുണ്ട്. പക്ഷെ അത് അങ്ങനെ അറിയത്തില്ലായിരുന്നു. പക്ഷെ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റേജ് കിട്ടി അല്ലെ, ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോ ഇതാണ് എന്റെ വേദ മനസ്സിലായത്. ഇപ്പൊ കാര്യം കിട്ടിയില്ല തെണ്ടിപ്പോയല്ലേ. എനിക്ക് ഇപ്പൊ ചിന്തിക്കുക അറിയാതെ ജോലിക്കൊന്നും പോകാൻ പറ്റൂല. അതുകൊണ്ടാ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അതാ. നമ്മളിപ്പോ ഒരു 3 വർഷമായിട്ട് ഇതിങ്ങനെ ആൾക്കാര് ഇങ്ങനെ നമ്മൾ ആശ്ചര്യ ചിഹ്നമാണ് ആൾക്കാരുടെ മുന്നില്. ഇതാണോ ശരിക്കും ശരി? ആൾക്കാർ ആദ്യം വന്നൊരു 2-3 എന്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കും എന്താ ജോലി എന്ന് ചോദിക്കും. അല്ല എപ്പോഴും ചോദിക്കുന്ന ചോദിക്കണേല് തെറ്റൊന്നുമില്ല. വേറെ എവിടെയും കാണണല്ലോ നമ്മളെ. അതായത് ചാനലിൽ നമ്മൾ പരിപാടി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അറിയില്ല 2 ദിവസം നമ്മള് അടുപ്പിച്ച് ഷോ ഒക്കെ ചെയ്തിട്ട് വരുമ്പോ വേറെന്താ പണിന്ന് കേൾക്കണേ. ദുബായിൽ ഇവന്റ് ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദുബായിലേക്ക് ഇങ്ങനെ നിങ്ങൾ വിളിക്കണം. സൂപ്പർ. അതെ അതെ അതെ. ലാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഒരുപാട് പേർക്ക് ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണെന്ന് എല്ലാവരും പറയുന്നത്. ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന അത്ര ഒരു പ്രയാസപ്പെട്ട ഒരു കാര്യമില്ല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരാൾ ചോദിക്കും എന്താണ് വാട്ട് ഈസ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഡെഫിനിഷൻ എന്താണ്? പറഞ്ഞു കോട്ടായിട്ട് പറഞ്ഞ സാധനം മഹാദേവ് ഇതും അല്ല, ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? സ്റ്റാൻഡപ്പ് കോമഡി ജോൺ ജോ, അതിനകത്ത് വേറെ മഹാദേവൻ. അതെ, ഈ 2 പേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനുള്ള ഡെഫിനിഷൻ കിട്ടും അല്ലേ? ചുമ്മാ ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഡെഫിനിഷൻ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം വരുമ്പോ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല ഇങ്ങനെ പാറ്റേൺ ഉണ്ട്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു സെൻസ്, അതായത് ഒരു സ്കൂളിലും പോയി പഠിക്കേണ്ടാത്തൊരു സാധനമാണ് ശരിക്കും. ഞാൻ ഇപ്പോഴും കാണാറില്ല വേറെ സ്റ്റാൻഡപ്പ്. എനിക്ക് പേഴ്സണലി സ്റ്റാൻഡപ്പ് കോമഡി അത്ര ഇഷ്ടമല്ല. എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാറില്ല. ഞാൻ വിചാരിക്കാറുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞോ. അങ്ങനെയല്ലേ? അങ്ങനല്ല, എനിക്കറിയത്തില്ല. ഇതിന് അടിയിൽ ചിലപ്പോ എനിക്കതെ ഇഷ്ടമല്ല ഈ സാധനം. അങ്ങനല്ല, എനിക്കെന്തോ ഞാൻ അങ്ങനെ കണ്ടന്റ് പണ്ടേ കാണാറില്ലായിരുന്നു. അപ്പൊ എനിക്ക് പേടിയാണ്. വേറെ കുറെ കണ്ടു കഴിയുമ്പോ നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുമല്ല ആ ഒരു പാറ്റേൺ. ചിലപ്പോ അറിയാണ്ട് നമ്മുടെ വരും. അതെ, അപ്പൊ അറിയാതെ നമ്മുടെ ഒരു സ്വതസിദ്ധമായ സാധനം എന്നുവെച്ചാൽ നമുക്കൊരു സെൻസ് കാണൂലേ, ഇതിങ്ങനെ പറഞ്ഞ ചിരിക്കോ ഇല്ലയോ എന്നുള്ള ആ ഒരു സാധനം നമ്മൾ എടുക്കണ ഒരു ഡിസംബർ 27th അല്ലേ? അതെ, ഡിസംബർ 27-ാം തീയതി. അപ്പൊ നമ്മളെല്ലാരും സ്നേഹിക്കുന്ന ചിരിവത്സരാശംസകളായിട്ട് ഇവര് വരുന്നുണ്ട്. അപ്പൊ എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ ഓഡിയൻസിനെ പറ്റി പിന്നെ പറയണ്ട, നിങ്ങൾക്ക് എന്താ പറയാ, അവരില്ലല്ലോ എന്ത് പറയാനാ, അവരെ പറ്റി എന്ത് പറയാനാ? ഈ കൊച്ചിയിലാകെ 4, 3, 7 അതല്ലേ
നിങ്ങൾക്ക് തരുന്ന ഓരോ പിന്തുണ ഓരോ സപ്പോർട്ട് അവരാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അവര് ഫ്രീ ആണെങ്കിൽ എല്ലാരും വരെ. ആക്ച്വലി ഇടയ്ക്ക് ഒരു പോയിന്റ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വെച്ചാൽ നമ്മളിപ്പോ 3 വർഷമായിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് മടിയൊക്കെ ഉണ്ട് വേറെ ജോലി ഡെയിലി മറ്റേ 10-5 പരിപാടിയൊക്കെ പിടിക്കാൻ. പക്ഷെ എന്നാലും ഇത് ചെയ്ത് ഇതിനോടൊരു ഇഷ്ടം വന്നിട്ടുണ്ട്. അല്ല, നമ്മൾ ആദ്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം ഓക്കെ ഇത് കുഴപ്പമില്ല, ഓക്കെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും കാലം ആ ഒരു സ്റ്റേജ് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഇത്ര ചെറിയ ഷോസ് വലിയ ഷോസ് ഒക്കെ പല ഷോസ് ചെയ്ത് നമുക്ക് ആക്ച്വലി ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. മനസ്സിലായി? നമുക്ക് ഇതിന്റെ ഒരു വർഷം പുറത്തങ്ങനെ നമ്മുടെ മാർക്കറ്റിംഗ് മോശമാണ്, അതങ്ങനെ പുറത്ത് പോകല് ഭയങ്കര കുറവാണ്. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്കാർക്ക് അറിയാം ഓക്കെ ഇത് ഭയങ്കര വേർത്ത് സാധനമാണെന്നുള്ളത്. പക്ഷെ അത് ചെറിയ സർക്കിളാണ്. നമ്മുടെ 30 പേരുടെ ടിക്കറ്റ് ഷോ ഇട്ട ഇവിടെ ഭയങ്കര സക്സസ് ആയാലും 30-35 പേർ ഇന്റിമേറ്റ് ഷോ നമ്മൾ ഭയങ്കര കിടിലാക്കും. പക്ഷെ അപ്പുറത്തടുത്ത് പറഞ്ഞ നമ്മൾ ഈ അടുത്തൊരു പരിപാടി കേട്ടോ, ഒരു കോർപ്പറേറ്റീവിന്റെ ഒരു വലിയ കൺവെൻഷൻ ഇനാഗുറേഷൻ. അവര് 3 സ്റ്റേജ് എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് വേറൊരു ചെറിയ സ്റ്റേജിൽ സൈഡിലൊരു അവരിങ്ങനെ ഭയങ്കര ഫണ്ടുള്ള പരിപാടിയുണ്ട്. അങ്ങനെ ഒരു മോഡിലാണ് നമ്മുടെ വെച്ചേക്കുന്നത്. നമ്മൾ അതിനകത്തൊന്നും സാധാരണ എടുക്കുന്ന രീതി അത്ര ഫണ്ടും എടുത്തിട്ടില്ല, കാരണം ആ ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ട് നമ്മൾ വെറുതെ പോയതാണ്. ആ സംസാരിച്ചത് എന്തോ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നാൽ ലാസ്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്ക് മഴ പെയ്ത് പുറത്ത് ചെയ്യാൻ പറ്റാതായിട്ട് മെയിൻ ആ കൺവെൻഷൻ സെന്ററിന്റെ മെയിൻ ഹോള്, അതിനകത്തൊരു 3000 കപ്പാസിറ്റി ഉള്ള മെയിൻ ഹോള്. അതായത് അതിന്റെ ഇടയിൽ ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു. നിങ്ങൾ കുഴപ്പമില്ല ചെയ്തൊക്കെ എന്തെങ്കിലും ചെയ്താൽ മതി, ഇനി വർക്ക് ആവുന്നില്ല നിങ്ങൾ ഇറങ്ങി. അവര് ആ സപ്പോർട്ട് തരിക. പക്ഷെ നമ്മളെ കയറ്റി വിടണം 3000 പേരുടെ മുന്നിലോട്ടാ. ഞാൻ എന്റെ പിന്നെ ഒരു വേറെ വീഡിയോയുടെ അടി കണ്ടിട്ടുണ്ട്, ഒരു പുള്ളി ഒന്ന് കമന്റ് ഇട്ടേക്കണു ഇവരല്ലേ ഞാൻ ആ സീൻ പറയാതെ 3000 പേര്, അതായത് ആ നാട്ടിലുള്ള ആൾക്കാര് മൊത്തം ഇതിന് ഇനാഗുറേഷൻ ആയിട്ട് ഇത് കാണാൻ വന്ന് ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിബിഷൻ ഫുൾ ബഹള. നമ്മള് ഹലോ ഹായ് എന്ന് പറഞ്ഞാൽ പോലും റെസ്പോൺസ് ഇല്ല. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടെ ഒരു പുള്ളി കഴിഞ്ഞ ഏതൊരു എന്റെ എപ്പിസോഡ് താഴെ വന്ന് കണ്ടിട്ടുണ്ട്, ഇവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൺവെൻഷൻ ഇനാഗുറേഷന് വന്ന വട്ടം പാടിയിട്ട് ആൾക്കാർ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ചിന്തിക്കുമ്പോ ചിലപ്പോ ശരി ആ 3000 പേരിനെ പറ്റി മോശമായിരിക്കും വിചാരിച്ചേക്കുന്നത്. വിഷമം പറഞ്ഞല്ല, ഞാൻ തീർത്തോട്ടെ. അതിനല്ല ഞാൻ വിഷമം പറഞ്ഞല്ല, നമ്മളത്. പക്ഷെ ഇപ്പൊ നമ്മൾ ആക്ച്വലി നമ്മളെല്ലാം കുറച്ച് മടിയന്മാരാണ്. പക്ഷെ നമ്മളിപ്പൊ നല്ല രീതിയിൽ ഇതിൽ എഫേർട്ട് ഇടുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ശരിക്കും പുള്ളിക്കാരന്റെ സ്റ്റാൻഡ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ 1 മണിക്കൂർ കണ്ടന്റ് എഴുതുക എന്ന് പറയുന്നത് നല്ല പാടാണ്. അത് ഇത്ര സ്റ്റേജ് ചെയ്ത് ടൈറ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരാൾക്ക് ഒരിക്കലും അത് എടുത്തിട്ട് മടുപ്പായി പോയി അല്ലെങ്കിൽ കാശ് പോയി എന്ന് തോന്നൂല. നമുക്ക് അത്രയും ഉറപ്പുള്ളതാണ് നമ്മളിത് വിൽക്കുന്നത്. ഞാൻ 1 മണിക്കൂറിൽ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ഗ്യാരണ്ടി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ 1 വർഷത്തോളം ക്രൗഡർക്ക് നമ്മുടെ ഷോസിൽ ലൈനപ്പിൽ പ്രാക്ടീസ് ചെയ്ത് 1 വർഷത്തിനകത്താണ് ഇപ്പൊ ഷോസ് ഇൻഡിവിജ്വൽ ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് അപ്പോഴും അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യണേ. അല്ല നമ്മൾ ആക്ച്വലി ജെന്യുവൻലി ആൾക്കാരുടെ സ്റ്റാൻഡപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇദ്ദേഹം ഇനി ജോലിക്ക് പോകേണ്ടി വരും. ഇല്ല, ഞാൻ ഭാര്യന്റെ ജോലിക്ക് ഭാര്യയായിട്ടില്ലല്ലോ. ഇവൻ പറഞ്ഞ എന്റെ കാര്യമായി. ഇദ്ദേഹം ഈ പ്രായത്തിൽ ഇനി ജോലിക്ക് പോകേണ്ടിരുന്നു. പെട്ടെന്ന് മെൻഷൻ മേടിക്കേണ്ടി വരും. ഈ ഷോയില് ഞാൻ ചെന്നപ്പോ നല്ല രസമായിരുന്നു. അതായത് ആൾക്കാരും ശ്രദ്ധിക്കില്ല, നമുക്കൊരു ഐ കോൺടാക്ട് എന്തെങ്കിലും കിട്ടിയാൽ എന്തെങ്കിലും ഒരു സാധനം ഒരാളെ പിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ നോക്കുമ്പോ എല്ലാവരും ഈ സൈഡിലേക്ക് നോക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കി സമാചാരങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു നോക്കുമ്പോൾ പിന്നിലൊരു LED ബോളുണ്ട്. അവർക്ക് അവർക്ക് TV കാണാനാണ് ഇഷ്ടം. എന്നെ ചാനൽ കണ്ടിട്ട് അവർക്ക് നേരിട്ട് കാണുമ്പോ പിടിക്കണില്ല. അവരെ LED ബോളിലേക്കാ നോക്കണം. ഞാൻ ചേട്ടാ അതിങ്ങനെ നോക്കുമ്പോ TV കണ്ടല്ലേ ഞങ്ങൾക്ക്. ഞങ്ങള് നേരിട്ട് കാണാനും നിങ്ങൾ വരിക. അതെ, നേരിട്ട് കാണാൻ വരട്ടെ. അപ്പൊ ഇതൊക്കെ ഒരു ഫണ്ണായിട്ടല്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അങ്ങനെ ഒരു ഇതിന് നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാം അല്ലെ അടുത്ത പ്രാവശ്യം പോകുമ്പോ. ഈ ഷോ അറേഞ്ച് ചെയ്തല്ലേ, അത് കണ്ടന്റ് ഉള്ളത്. വെറുതെ ഒരു 51 മിനിറ്റ് ആർക്കെങ്കിലും ജീവിതത്തിൽ എടുക്കാണ്ട് മഹാദേവന്റെ ഇവന്റ് എപ്പിസോഡ് 2 കാണണം. അത് കണ്ടിട്ട് നിങ്ങൾ ഈ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ ഇനി കമന്റ് ഇടണം അല്ലേ. അത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഈ ഷോയുടെ അടിയിലെ കെന്ന ഷോയുടെ അടിയിലെ ഈ ഇന്റർവ്യൂവിന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ഇടുന്നത്. അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ. അപ്പൊ 2026 അല്ലെ ഇനി വരാൻ പോവുകയാണ്. അപ്പൊ ഒരുപാട് ഷോസ് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. മഹാദേവൻ പറഞ്ഞില്ലേ ഇങ്ങനെ ജോലിക്ക് പോകാൻ മടിയാ, പക്ഷെ നമുക്കൊക്കെ ഇല്ലേ സ്റ്റേജിന്റെ ഒരു കിക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുന്നുള്ള ജോലി ചെയ്യാൻ. കോർപ്പറേറ്റിന്റെ കാശ് കിട്ടി കഴിയുമ്പോഴാണ്. അതെ, ഞാനൊരു
ഇവന്റ് ഹോസ്റ്റ് ആണ് എനിക്ക് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഇവന്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു കിക്കാണ് അത് തരുന്നത്. സൺഡേ ഞാൻ ആക്ച്വലി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആൾക്കാരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പോണോ പപ്പിച്ചോട്ട് ഇരിക്കാനൊക്കെ പറയും. അപ്പൊ ആൾക്കാർ സമ്മതിക്കും അങ്ങനെ. പക്ഷെ അത് ഭയങ്കര രസം. അതെ, അപ്പൊ ഇതും നമ്മുടെ ഒരു അല്ലെ ഒരു ജോലി മേഖലയാണ്, പ്രവർത്തന മേഖലയാണ്. പിന്നെ അടിപൊളിയായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് പോകട്ടെ. പിന്നെയും നമുക്ക് അല്ലെ ഒരുപാട് ഷോസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്.